ഹലോ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ താഴത്തെ പറമ്പിലേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കാര്യം മറ്റൊന്നുമല്ല, ഈ ഒരു പൈനാപ്പിൾ നമുക്കൊന്ന് മൂടിക്കെട്ടാൻ വേണ്ടിയിട്ടായിരുന്നേ. അപ്പോൾ അതേ ഒരു പ്ലാന്റ് കണ്ടോ, ഇതിൽ നിന്നാണ് നമ്മൾ കുറേ പൈനാപ്പിൾ ഇങ്ങനെ ഇവിടെ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പറമ്പിൽ ആദ്യം വരുന്ന സമയത്ത് ഒരു 2 പൈനാപ്പിളേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിൽ നിന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാനിങ്ങനെ വരുന്ന സമയത്ത് ഞാൻ തന്നെ നട്ടതാണ് ഈ ഒരു എല്ലാ പൈനാപ്പിളും കേട്ടോ. അപ്പോൾ അതിനകത്തെല്ലാം പൈനാപ്പിൾ ആയിട്ടുണ്ട്. ഇത് ലാസ്റ്റ് നട്ടതാണ്, അതൊന്ന് ആയി വരുന്നതേ ഉള്ളൂ. അത് ഭയങ്കര ചെറുതാണ് കേട്ടോ, അതിനിയും വളർന്നു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് ഉണ്ടായ പൈനാപ്പിളിൽ ഏറ്റവും ചെറിയൊരു പൈനാപ്പിളാണ്. ഒരു ചെറിയ പ്ലാന്റിൽ നിന്നാണ് അതും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതും കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കിതൊന്ന് മൂടിക്കെട്ടണം. അപ്പോൾ മൂടി കെട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്തൊക്കെ കുറേ ജീവികളൊക്കെ വന്ന് കുത്തി അത് നശിപ്പിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ചുറ്റുമെല്ലാം നന്നായിട്ട് കാടും പടലും എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റിയിട്ടാണ് ഒന്ന് കെട്ടിക്കൊടുക്കുന്നത്. നമ്മുടെ വാഴനാരൊക്കെ വെച്ചിട്ടാണ് കെട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു പാകമാവുന്ന സമയത്ത് നമുക്ക് ഇത് പറിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ കെട്ടുന്ന സമയത്തുണ്ടല്ലോ, നമ്മുടെ കയ്യിലൊക്കെ നന്നായിട്ട് മുറിവ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു പറമ്പിൻ്റെ സൈഡിൽ തന്നെ കുറേ പൂവൻ വാഴ, അതായത് ചെറുവാഴയാണ് കേട്ടോ, അതെല്ലാം നട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഈ ഒരു പൈനാപ്പിൾ ഇല്ലേ, ഇതെല്ലാം തന്നെ ഞാൻ നട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതെല്ലാം ഇത് ഞാൻ കുറേ നേരത്തെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതെല്ലാം കണ്ടില്ലേ, ചെറുതായിട്ട് അവിടെ ഇവിടെയെല്ലാം അത്യാവശ്യം ഒന്ന് വലുതായിട്ട് വരുന്നുണ്ട്. അപ്പം അതിനകത്തൊക്കെ ഒന്ന് തെളിച്ചു കൊടുക്കുകയാണ്. അപ്പം വെയിലൊക്കെ കൊണ്ട് അത്യാവശ്യം ഒന്ന് നന്നായിട്ട് വരികയും ചെയ്യും. പിന്നെ ഞാൻ പൈനാപ്പിൾ നടുന്നതിൻ്റെ ഒരു വീഡിയോ, ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ അതിനകത്ത് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ, അന്ന് നട്ടതാണ് ഈ ഒരു സംഭവമൊക്കെ കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 2 വർഷം ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എല്ലാം തന്നെ കായായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇത് നമ്മൾ അന്ന് വിളവെടുത്തിട്ടുള്ള നമ്മുടെ ചേമ്പാണ്. അപ്പോൾ അതൊന്നും നമ്മൾ ഇപ്രാവശ്യം നട്ടില്ല. അപ്പോൾ അത് അവിടെ തന്നെ കിടന്ന് കിളിച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നടുവോന്നൊന്നും അറിയത്തില്ല. വീട്ടിൽ ചക്കയുള്ളത് കൊണ്ട് തന്നെ ഇതൊന്നും ഇപ്പോൾ എടുക്കാനും പറ്റുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.